എല്ലാവർക്കും നമസ്കാരം. നല്ല ഭംഗിയുള്ള നെറ്റിപ്പട്ടങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? ഇത് ഒരു കുഞ്ഞു മോൻ ഉണ്ടാക്കുന്നതാണ്. ഇത്ര ഭംഗിയായിട്ടാണ് ആ കുഞ്ഞ് ഈ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിരുന്നതിന് ആ ഒരു പെർഫെക്ഷനും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നേരിട്ട് കാണാനും നെറ്റിപ്പട്ടങ്ങൾ നേരിട്ട് കാണാനും വളരെയധികം ഭംഗി തന്നെയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഭംഗി തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും. ഇത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ മകനാണ് ഈ ഒരു രീതിയിലുള്ള നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കി ഈ കുഞ്ഞ് സ്വന്തം വീട്ടിൽ വയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇത് വിൽക്കുകയും കൂടിയാണ് ആ കുട്ടി ചെയ്യുന്നത്. സോ അവൻ്റെ കഴിവ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇത് നെറ്റിപ്പട്ടം മാത്രമല്ല തിടമ്പും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ കുട്ടി ചെയ്യുന്നുണ്ട്. ഇവൻ്റെ പഠിത്തത്തിനോടൊപ്പം തന്നെ ഈ ഒരു കലാവാസനയും വീട്ടിലെ അച്ഛനമ്മയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം എല്ലാ വീടുകളിലും എന്താ പറയുക, കുഞ്ഞുങ്ങളെ പഠിത്തം മാത്രം ഉള്ളൊരു രീതിയിലായിരിക്കും വളർത്തിക്കൊണ്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഈ കുഞ്ഞിന് ഈ ഒരു കലാവാസന ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ അച്ഛനും അമ്മയും ഈ കുഞ്ഞിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ പഠിത്തത്തിനോടൊപ്പം ഈ ഒരു കലയും ഇവന് സ്വന്തമായിട്ട് ഒരു ഏർണിങ്സ് ഇപ്പോൾ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നത് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെ എന്താ പറയുക, ഈ ഒരു ട്രെൻഡിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാം. മാത്രമല്ല പല രീതിയിലുള്ള പല മോഡലുകൾ അവൻ്റേതായ ആശയത്തിൽ വരുന്ന പലതരം കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് നമ്മൾ കണ്ടതും അല്ലേ. വളരെ ഭംഗിയുള്ള നെറ്റിപ്പട്ടങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടതും. സോ ഇതുപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവൻ്റേതായ അല്ലെങ്കിൽ ആ കുട്ടികളുടേതായ കഴിവുകളുണ്ട്. അത് എല്ലാ പാരൻസും മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം മാക്സിമം പഠിത്തത്തിനോടൊപ്പം തന്നെ അവരുടെ കലാവാസനയും നമ്മൾ കണ്ടറിഞ്ഞ് അതിനെ കൂടി നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ കലാവാസന തന്നെ ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്താണെന്നുള്ള കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതിലൂടെ അവർക്ക് മുന്നേറ്റം കിട്ടാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. സോ എല്ലാവരും എല്ലാ കുട്ടികളെയും ഇങ്ങനത്തെ രീതിയിലുള്ള കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.